PWD office force zindabad. വെള്ളക്കെട്ടിൽ മുങ്ങുന്നു പേരാമ്പ്രയിലെ അങ്ങാടി ശ്വാസം മുട്ടി കടകൾക്കുള്ളിൽ വെള്ളം കയറി ഉൽപ്പന്നങ്ങൾ തയ്യാറായി മദ്യത്തിന്റെ കയറ്റൽപ്പെട്ട് വ്യാപാരികളെ വേദന കാണുക വ്യാപാരികളെ വേദന കാണുക അധികാരികളെ ഞങ്ങൾ നടത്തുന്ന കച്ചവടങ്ങൾ ജീവിക്കാനുള്ള താണി പേരാമ്പ്രയിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം അധികാരികളെ വ്യാപാരി വ്യവസായ സമിതി സിന്ദാബാദ് സിന്ദാബാദ്. നിരന്തരമായി വെള്ളം കയറുന്ന ഒരു സ്ഥിതിയില്ല. അതിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് എല്ലാ ഭാഗത്തും കുന്നുകളാൽ വലയം ചെയ്യുന്ന ഒരു പട്ടണമാണ് നമ്മുടെ പട്ടണം. പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മുടെ ടൗൺ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ പൊതുഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും കോടാനുകോടി രൂപ മുടക്കി നമ്മുടെ പട്ടണം ഒരുപാട് കാലങ്ങളായി നവീകരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ നവീകരണങ്ങളൊന്നും തന്നെ നമ്മുടെ പട്ടണത്തിലെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പണ്ടൊക്കെ കാലാകാലങ്ങളായി വർഷകാലമുണ്ടാകുമ്പോൾ അതിശക്തമായ മഴ പെയ്യുമ്പോൾ മാത്രമായിരുന്നു നമ്മുടെ പട്ടണത്തിൽ വെള്ളക്കയറ്റം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒരു വേനൽ മഴ പെയ്താൽ പോലും നമ്മുടെ പട്ടണത്തിൽ വെള്ളം കയറുകയും നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ഈ അടുത്ത് നമ്മൾ വളരെ ചൂട് കൊണ്ട് ശൈത്യം കൊണ്ട് അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇടക്കാലത്ത് ഒരു കുളിർമഴ പെയ്തു. ആ കുളിർമഴയിൽ പോലും നമ്മുടെ പട്ടണത്തിൽ വെള്ളം കയറുകയും അത് നമ്മുടെ നാടിന് തന്നെ, നമ്മുടെ പേരാമ്പ്ര പട്ടണത്തിന് തന്നെ അതിൻ്റെ പേരിന് മോശമാവുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ട്രോളുകൾ നമ്മുടെ പേരാമ്പ്ര പട്ടണത്തിനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഖ്യ പേരാമ്പ്ര പട്ടണത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി മുടക്കിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വെള്ളക്കെട്ടിൻ്റെ പരിഹാരം കാണാൻ സാധിക്കാത്തത്? നമുക്കറിയാം, മുമ്പൊക്കെ വളരെ കാലം മുമ്പ് നമുക്ക് നമ്മുടെ PWD റോഡിൻ്റെ സൈഡിലൊക്കെ നിരന്തരമായി ഈ വർഷകാലത്തിന് മുമ്പ് മെയിൻ്റനൻസ് കാണാമായിരുന്നു. നമുക്ക് ഒരു കാക്കി ട്രൗസറും അതുപോലെ തന്നെ കാക്കി ഷർട്ടുമൊക്കെ ധരിച്ച് കുറേ ആളുകൾ, കുറേ ജോലിക്കാർ ഇതിൻ്റെ മെയിൻ്റനൻസുമായി പോകുന്ന കാലം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, വലിയ കോടാനുകോടി രൂപ മുടക്കി നമ്മൾ നവീകരണ പ്രവർത്തനം നടക്കുന്നു, ഓവുചാലിൻ്റെ പണി നടക്കുന്നു, പുതിയതായി എല്ലാവിധ സംവിധാനങ്ങളും പുതുതായി ഉണ്ടാക്കുന്നു, പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നു. പക്ഷേ അതിനുശേഷം വർഷകാലത്തിന് മുമ്പ് അതിൻ്റെ മെയിൻ്റനൻസ് അത് എവിടെയെങ്കിലും വെള്ളം ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ടാണ് പട്ടണത്തിൽ നിന്നും വെള്ളം ഒഴുകി പോകാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു നഗ്ന സത്യം. ഇന്നിവിടെ ഇങ്ങനൊരു സമരം നടത്താനുണ്ടായ കാരണങ്ങളെപ്പറ്റി സ്വാഗത പ്രാസംഗികൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പേരാമ്പ്ര പട്ടണത്തിൽ ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ടൗണ് മൊത്തം വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വേനൽ മഴ വന്ന് 4 ദിവസം കഴിയുമ്പോഴേക്കും ഈ 4 ദിവസവും മുട്ടിൻ്റെ മുകളിൽ വെള്ളമായി പേരാമ്പ്ര പട്ടണം ഈ എലികേട്ടിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടി പോവുകയാണ്. 3-4 വർഷമായി നവീകരണവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര പട്ടണത്തിനുണ്ടായ എല്ലാവിധ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനിയും നല്ലൊരു കാലം നമുക്ക് വരും, നല്ലൊരു കച്ചവടമായി മുന്നോട്ട് പോകാമെന്ന് വ്യാപാരികൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ടും അതിനൊരു പരിഹാരമില്ലാതെ ആ പഴയ രീതിയിൽ തന്നെ
ഈ വെള്ളക്കെട്ടിങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പേരാമ്പ്ര ചെമ്പ റോഡ് ജംഗ്ഷനിലുണ്ടാകുന്ന വെള്ളക്കെട്ട് തുടർന്ന് ഇങ്ങോട്ടേക്ക് താഴ്ഭാഗത്തുള്ള വെള്ളക്കെട്ടിനൊന്നും ശാസ്ത്രമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. 1997 മുതൽ പേരാമ്പ്രയിൽ കച്ചവട രംഗത്തുള്ള വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ സമഗ്ര വികസനത്തിന് കാഴ്ച കണ്ടിട്ടുള്ള ഇതേപോലുള്ള കച്ചവടക്കാർക്ക് ഇന്നും ആ വിഷയത്തിൽ പൂർണ്ണമായ സംതൃപ്തി കിട്ടിയിട്ടില്ല. വികസനത്തിൻ്റെ പേരിൽ പലതും നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി കച്ചവടക്കാരെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ എത്തിച്ചേരാനുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കണമെന്നാണ് ഈ സമരം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. 2017 മുതൽ നോട്ട് നിരോധനം, GST, അതിനുശേഷം പ്രകൃതി ദുരന്തങ്ങൾ, അവസാനമായി വന്ന കോവിഡ്, ഇതുമൂലം കച്ചവട സ്ഥാപനങ്ങൾ വളരെ പ്രയാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പരിസര പ്രദേശത്തിലെ ആളുകൾ കച്ചവട ആവശ്യത്തിന് പരാമർശം എത്തണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അധികാരികൾ നല്ല രൂപത്തിൽ ആസൂത്രിതമായി നൽകിയില്ലെങ്കിൽ കച്ചവടം പരിസര പ്രദേശങ്ങളിലേക്ക് മാറുകയും പേരാമ്പ്രയിലെ കച്ചവടക്കാർക്ക് പ്രയാസങ്ങളും അതുപോലെ തന്നെ നിലവിലുള്ള കച്ചവട സ്ഥാനങ്ങൾ പലതും കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സമരവുമായിട്ട് വ്യാപാരി വ്യവസായ സമിതി വരേണ്ടുന്ന സാഹചര്യം ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഈ വിഷയത്തിൽ അധികാരികൾ പൂർണ്ണമായി തന്നെ ഈ സമര പരിപാടികളുടെ പ്രതിഷേധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉടനടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതി ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വളർച്ചയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്തും ജില്ലയിലും ഈ രൂപത്തിലേക്ക് കച്ചവടക്കാരുടെ അത്താണി എന്ന നിലയിൽ വ്യാപാരി സംഘടനകളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതി ഇത്തരത്തിലുള്ള രൂപത്തിലേക്ക് സംസ്ഥാനത്താകെ മാറിയത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള സൗത്തിലെയും നോർത്തിലെയും എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കോഴിക്കോട് ജില്ലാ ട്രഷററുമായ ശ്രീ ഗഫൂർ രാജധാനി, അധ്യക്ഷൻ വ്യാപാരി വ്യവസായ സമിതിയുടെ നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഷാജു ഹൈലെ, സ്വാഗതം ആശംസിച്ച നോർത്ത് യൂണിറ്റിൻ്റെ സെക്രട്ടറി സത്യസ്നേഹ, വ്യാപാരി വ്യവസായ സമിതിയുടെ യൂണിറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശങ്ങളെ പറ്റി വളരെ വിശദമായി ഇവിടെ നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം, പേരാമ്പ്ര പട്ടണത്തിൽ ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളെ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിലെ ഡ്രൈനേജുകൾ ഒക്കെ പലതവണയായിക്കൊണ്ട് പല കാര്യങ്ങളും വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ആ സമയത്ത് ഉൾപ്പെടുത്തിയിരുന്നു. കാരണം പേരാമ്പ്രയിലെ ഈ മഴ തുടങ്ങിയ അവസരത്തിൽ തന്നെ ഏതാനും മണിക്കൂറുകൾ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ പേരാമ്പ്ര പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടി നിന്നുകൊണ്ട് പേരാമ്പ്രയിലെ വാഹനങ്ങൾ കടന്നു പോകുന്ന അവസരത്തിൽ പോലും സ്ഥാപനങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും അല്ലാതെ രാത്രിയിൽ തന്നെ കടകൾ പൂട്ടി വീട്ടിലേക്ക് പോയി രാവിലെ കടകൾ തുറക്കുന്ന അവസരത്തിൽ കടകൾക്കുള്ളിൽ ഫുള്ളായി വെള്ളം നിറയുകയും സാധനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ PWD ഓഫീസർക്കും എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പല സമയത്തായി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ യാതൊരു വിധത്തിലും പരിഗണിക്കാതെ അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു തുടക്കമെന്ന നിലക്കാണ് ഇന്ന് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഓഫീസിലേക്ക് PWD ഓഫീസിലേക്ക് ഒരു മാർച്ച്, ഒരു പ്രതിഷേധ സൂചകമായ ഒരു സൂചനാ സമരമായി ഇന്ന് ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. തുടർന്നും പേരാമ്പ്ര പട്ടണത്തിലെ ഈ വെള്ളക്കെട്ടിനും ഈ കടകളിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കാതെ അല്ലെങ്കിൽ അതിനൊരു പോംവഴി ഉണ്ടാക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമരം ഇനിയും പ്രത്യക്ഷമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പലതവണ ഞങ്ങൾ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, കാലവർഷം വരുന്നതിന് തൊട്ടു മുമ്പായി പേരാമ്പ്ര പട്ടണത്തിലെ ഡ്രൈനേജുകൾ ശുചീകരിക്കണമെന്നുള്ള ആവശ്യം മുൻകാലങ്ങളിലൊക്കെ നടന്നത് ഈ സമയത്ത് ഇപ്പോൾ നടക്കാത്തതിൻ്റെ ഒരു പ്രയാസമാണ്. പേരാമ്പ്ര പട്ടണത്തിലുള്ള അഴുക്കുചാലുകളിൽ കൂടെ വെള്ളം ഒഴുകാതെ റോഡിൽ കൂടെ ഒഴുകിക്കൊണ്ട് ആ വെള്ളം പേരാമ്പ്ര പട്ടണത്തിൽ കെട്ടിക്കിടന്നുകൊണ്ട് പേരാമ്പ്രയിൽ
പല ആവശ്യങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾക്കും ആളുകൾക്കും വ്യാപാരികൾക്കും ഒക്കെ തന്നെ കനത്ത തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കപ്പെടണം. ഇത് കേവലം വ്യാപാരികളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെ വ്യാപാരികൾക്ക് മാത്രം പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നമല്ല. ഈ ടൗണിലേക്ക്, ഈ പട്ടണത്തിലേക്ക്, പേരാമ്പ്രയിലേക്ക് വരുന്ന ഉപഭോക്താക്കൾക്ക് പേരാമ്പ്ര പട്ടണത്തിലൂടെ നടന്നുപോയി ഒരു കടകൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം 1-2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് പരിശോധിക്കണം. പേരാമ്പ്ര പട്ടണത്തിന്റെ പല പരിസര പ്രദേശങ്ങളിലുമുള്ള ഉയർന്ന എല്ലാ റോഡുകളിലേക്കുമുള്ള വെള്ളം പേരാമ്പ്ര പട്ടണത്തിലേക്കാണ് ഒലിച്ചിറങ്ങുന്നത്. ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ ആധികാരികമായി തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് പേരാമ്പ്ര പട്ടണത്തിലേക്ക്, നമുക്കറിയാം പേരാമ്പ്ര പട്ടണത്തിലെ പല സമീപ പ്രദേശങ്ങളിലെ റോഡുകളുടെ ഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പേരാമ്പ്ര മത്സ്യ മാർക്കറ്റിന് മുമ്പിലുള്ള കടന്നു പോകുന്ന റോഡ്, പേരാമ്പ്ര വടകര റോഡിന്റെ പഴയ സ്റ്റേറ്റ് ബാങ്കിന്റെ മുകളിൽ നിന്ന് വരുന്ന റോഡ്, പഞ്ചായത്ത് ഓഫീസിന്റെ ഒക്കെ കടന്നു പോകുന്ന റോഡിലേക്കുള്ള റോഡ്, അതുപോലെ തന്നെ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് അടുത്തുള്ള 1-2 റോഡുകളിൽ നിന്നെല്ലാം തന്നെ വെള്ളം അതിഭീമമായ രീതിയിൽ അലിച്ച് പേരാമ്പ്ര പട്ടണത്തിലേക്ക് വന്നുകൊണ്ട് പേരാമ്പ്ര പട്ടണത്തിന്റെ ഡ്രൈനേജുകൾ കൂടി അത് ഒഴുകി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതെങ്ങനെ പരിഹരിക്കപ്പെടണം? പരിഹരിക്കപ്പെടാനുള്ള തക്കമായ നിർദ്ദേശങ്ങൾ ഞങ്ങളെന്ന് വെച്ചിരുന്നു. ഇന്ന് പേരാമ്പ്ര പട്ടണത്തിലുള്ള ഒരു ഡ്രൈനേജ് തുറന്നുകൊണ്ട് അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഓരോ ഇടവിട്ടുകൊണ്ട് ആ ഡ്രൈനേജുകൾ ഓപ്പൺ ചെയ്ത് അതിലെന്തെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡ്രൈനേജുകളിൽ എന്ത് തന്നെ കുടുങ്ങി ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഡ്രെയിനേജുകളിലേക്ക് കടന്നുവന്ന ഹോൾസുകളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അതൊരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ മുൻകൈയെടുത്തുകൊണ്ട് അതെല്ലാം നീക്കം ചെയ്ത് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതൊന്നും തന്നെ മുഖവിലക്കെടുക്കാതെ കൊണ്ട് പേരാമ്പ്രയിലെ ആയിരക്കണക്കിന് കച്ചവടക്കാരും വ്യാപാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും ഉപജീവന മാർഗം തന്നെ ഇല്ലാതാകുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമിതി ഈ ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നത്. ഇനി ഇവിടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് പേരാമ്പ്രയിലെ കച്ചവടക്കാരെ സംബന്ധിച്ച് ഈ മഴക്കാലത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കടയിലേക്ക് വെള്ളം കയറാൻ കാരണമായിട്ടുള്ളത്. സർക്കാർ തലത്തിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടികൾ നമ്മുടെ പേരാമ്പ്ര പട്ടണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ മുടക്കിയിട്ടുണ്ട്. എന്നാൽ ആ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഏതാണ്ട് പൂർണ്ണമായും പേരാമ്പ്രയിൽ കച്ചവടം ചെയ്ത് പേരാമ്പ്ര അങ്ങാടിയിൽ സാന്നിധ്യമായി നിൽക്കുന്ന കച്ചവടക്കാരുടെ അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ മുഖവിലക്കെടുക്കാൻ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രതിസന്ധികൾ മഴക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് കച്ചവടക്കാർ ഈ മേഖലയിൽ ജീവിക്കാൻ വേണ്ടി നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് PWD ഓഫീസിലേക്ക് ഇത്തരമൊരു മാർച്ച് ഘടിപ്പിക്കാൻ കാരണം എന്ന് പലർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ PWD റോഡിൽപ്പെട്ട റോഡാണ് നമ്മുടെ പേരാമ്പ്ര അങ്ങാടിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ചുമതല PWD എഞ്ചിനീയർമാർക്കാണ്. വലിയ തുക ചെലവഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വേണ്ടത്ര ആലോചന നടത്താതെ രൂപകൽപ്പന ചെയ്യാതെ നിർമ്മാണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് സൗത്ത് യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ച ധർണാ സമരവും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി PM മുഹമ്മദ്
ആവശ്യപ്പെട്ടാൽ മറ്റേ ഇവിടെ എത്തിയ മുഴുവൻ വ്യാപാരികൾക്കും നോർത്ത് സൗത്ത് യൂണിയൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു.